നമസ്കാരം, വെട്ടർ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. പുതിയ ദേശീയപാതയിൽ പണി നടക്കുന്ന ഇടങ്ങളിൽ മഴവെള്ളം കുത്തിയൊലിച്ചും വീടുകളിലേക്കും മറ്റും പോകുന്നതും ഡ്രൈനേജ് വിഷയവും സർവീസ് റോഡുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ട സ്ഥലങ്ങളിൽ കുറുക്കോളി മൊയ്തീൻ MLAയും നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. പുത്തനത്താണിയിലെ വിവിധ ഭാഗങ്ങളിലും ചുങ്കംവളവിന്റെ ഭാഗത്തുമാണ് MLA സന്ദർശിച്ചത്. നാട്ടുകാരും ജനപ്രതിനിധികളും പ്രദേശങ്ങളിലെ ബുദ്ധിമുട്ടുകൾ ബന്ധപ്പെട്ടവരോട് വിശദീകരിച്ചു. ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതിനും പ്രശ്നപരിഹാരത്തിന് എന്ത് ചെയ്യാമെന്നും ചർച്ച ചെയ്ത് നിർദ്ദേശം നൽകി. നമ്മുടെ അതിർമട പ്രദേശത്ത് വെള്ളം ഒഴുകുന്നത് 3ആയി വിഭജിച്ച് ഒഴിക്കാൻ വേണ്ട സംവിധാനങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേപോലെ ചുങ്കത്ത് വെള്ളം 3ആയി വിഭജിച്ച് കൊണ്ടുപോകാനുള്ള പരിപാടികളാണ് ആലോചിച്ചിട്ടുള്ളത്. അത് ഗ്രാമപഞ്ചായത്തുമായി ആലോചിച്ച് അതിന് വേണ്ട ക്രമീകരണങ്ങൾ വരുത്തും. ഒപ്പം തന്നെ ചുങ്കം വളവിൽ നിലവിൽ സർവീസ് റോഡുകൾ U-turn ആയി രണ്ട് ഭാഗത്തേക്കും തിരിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് യാത്രാ ദൈർഘ്യം കൂടുന്നു. മാത്രമല്ല, ഒരു 8-10 വളവുകൾ തിരിഞ്ഞു വേണം ഇവിടെ നിന്ന് തിരുനാവായ റൂട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് കടന്നു പോകാൻ. അത് സുഖകരമാക്കേണ്ടത് അനിവാര്യമാണ്. അത് ഉദ്യോഗസ്ഥന്മാർക്ക് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. നാഷണൽ ഹൈവേ ലൈസൻസ് ഓഫീസർ അഷ്റഫ് സുരേഷ്, പഞ്ചായത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഖാലിദ് MK, സെക്രട്ടറി അഷ്റഫ് VK, മെമ്പർ കുഞ്ഞി മുഹമ്മദ് എന്ന കുഞ്ഞുട്ടി, കോട്ടക്കുളത്ത് അലി തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടർ ന്യൂസ്, കൽപ്പകഞ്ചേരി.